ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഞാൻ എന്റെ അധരം കൊണ്ട് നിന്റെ വായുടെ വിധികളൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. രസിക്കും, നിന്റെ വചനത്തെ മറയ്ക്കുകയും ഇല്ല. പുസ്തകം തലത്ത് വെക്കണമെങ്കിൽ വെക്കാം. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ഇങ്ങനെ മനോഹരമായ ഒരു സന്ധ്യയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിന് അർഹിക്കുന്ന സ്തുതികൾ കൊടുപ്പാനും നന്ദി കൊടുപ്പാനും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാനും ദൈവവചനം കേട്ട് ആ വചനത്തിൽ നിന്ന് ശക്തി പ്രാപിപ്പാൻ ദൈവം നമുക്ക് ഈ അവസരം തന്നിരിക്കുന്നു. ശ്രേഷ്ഠനായ ഒരു ദൈവദാസനാണ്. എനിക്ക് നേരത്തെ പരിചയമില്ല. ഒരു ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ ഇന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ദൈവദാസന്റെ വചനം കേൾക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ സങ്കീർത്തനത്തില് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അതിനൊക്കെ ഓരോ ഹെഡിങ് ഉണ്ട്. ഓരോ ഭാഗത്തിൽ കണ്ടായിരുന്നു. ആദ്യത്തെ ആലിഫം എഴുതിയിട്ടുണ്ട്, ബേത്തം എഴുതിയിട്ടുണ്ട്, പിന്നെ ഓരോ ഭാഗത്തിനെല്ലാം ഓരോ അതെന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളെ ABCD എന്ന് പറയുന്നത് പോലെ എബ്രായ ഭാഷയിലെ ഹീബ്രു ഭാഷയിലെ അക്ഷരമാല അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. തിരിച്ചെഴുതിയിരിക്കുന്നത് ABC എന്ന് പറയുന്നത് പോലെ എബ്രായ ഭാഷയിലെ അക്ഷരമാലയാണ് ഇവിടെ തിരിച്ച ആലയം ബേർത്തെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ വായനക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ തിരിച്ചെഴുതിയിരിക്കുന്നത്. നമ്മുടെ ഓരോ വാക്യത്തിനും ഓരോ അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് കണ്ടുപിടിക്കാൻ ആണ് ഇങ്ങനെ തിരിച്ചെഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ആരാണെന്ന് ഇതിന്റെ മേലില്ല. മറ്റു പല സങ്കീർത്തനങ്ങളിൽ എഴുതിയത് ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ സങ്കീർത്തനത്തിൽ ആരായിരുന്നെങ്കിൽ എങ്കിലും എൻ്റെ ഒരു ഭാഷാ ശൈലിയൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ദാവീദ് തന്നെയാണ് എഴുതിയതെന്നാണ്. ശരിയാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും സംഭാഷണ ശൈലിയും കേട്ടാൽ അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ഇവിടെ ബാലൻ ഇവിടെ എഴുതിയിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു കൊച്ചു ആമ്പിള്ളാരുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യങ് മാൻ. ബാലൻ എന്നുള്ള സ്ഥലത്ത് യങ് മാൻ, ഒരു യൗവനക്കാരൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രമാണമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ പാതയ്ക്ക്, കാലിന് വിളക്കാണ്, പാതയ്ക്ക് പ്രകാശം. ആ വചനത്തിൽ നാം നടക്കുമ്പോൾ നമുക്ക് പരാജയം ഉണ്ടാകത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുക എങ്ങനെ? നിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം. ദൈവത്തിന്റെ വചനം പരിശുദ്ധ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിന് ഒരു കളങ്കവുമില്ല. ദൈവത്തിന്റെ വചനത്തെ പോലെ ശക്തിയുള്ള വേറെ മറ്റൊരു കാര്യവുമില്ല. നമ്മുടെ ലോകത്തിൽ പലതരം മതഗ്രന്ഥങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ജീവന്റെ വചനം, കാരണം ഇത് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ദൈവത്തിന്റെ ദാസന്മാരും കൂടെ ദൈവം തന്നെ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയായി എഴുതിയ വചനമാണ്. അതുകൊണ്ടാണ് ഈ വചനം നമ്മുടെ നടപ്പിനെ നിർമ്മലമാക്കുന്നത്.
വ്യക്തമാക്കുന്നു. വേറെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കത്തില്ലായിരുന്നു. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കത്തില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയുന്നത്, ഈ അടുത്ത സമയത്താണ് അമേരിക്കയിലെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചു. ട്രംപ് എന്ന് പറഞ്ഞൊരാള് ആണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തോട് എനിക്ക് ഒരു ബഹുമാനപ്പെട്ട കാര്യം, യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടും ആഭിമുഖ്യമുള്ള ഒരു ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ട്രംപ്. അദ്ദേഹം വന്നപ്പോൾ ഇസ്രായേലിനെതിരെയുള്ള ശത്രുരാജ്യങ്ങൾക്കും പേടിയായി. കാര്യം അദ്ദേഹം ഇസ്രായേലിനോടുകൂടെയും യഹൂദ ജനതയോടും ക്രിസ്ത്യാനികളോടും ആഭിമുഖ്യമാണ്. അതാണ് ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ. മുമ്പ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു, നിക്സൺ എന്ന അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ പേര് നിക്സൺ. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ഡെമോക്രാറ്റിക് കക്ഷിയുടെ ഹെഡ് ഓഫീസിൽ ഒളിച്ചു കടന്ന് അവരുടെ രേഖകൾ മോഷ്ടിച്ചു എന്നൊരു പരാതിയുണ്ട്. എതിർ പാർട്ടിക്കാരുടെ ഓഫീസിൽ കള്ളത്താക്കോലിട്ട് തുറന്ന് അവരുടെ രഹസ്യ രേഖകൾ ചോർത്തിയെടുത്തു എന്നും പറഞ്ഞൊരു പരാതിയുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കേസുണ്ടായപ്പോൾ ഈ നിക്സനെ കോടതി, അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും അവിടുത്തെ നിയമം ഇവിടുത്തെ പോലൊന്നും അല്ല. ഇവിടെ വളച്ചൊടിക്കുന്ന നിയമങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. അവിടെ വളച്ചൊടി ഒന്നുമില്ല. അപ്പൊ ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരാണെന്ന് പറയുകയും പ്രസിഡന്റിന് ഈ രഹസ്യ ചോർത്തൽ ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. അതുകൊണ്ട് പ്രസിഡന്റ് നിക്സനെ കോടതിയിൽ വിളിപ്പിച്ചു. കോടതിയിലെ ജഡ്ജി ഈ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ് കൈയുയർത്താൻ പറഞ്ഞു. ഇങ്ങനെ കൈയുയർത്താൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, വുഡ് യു ടെൽ ദി ട്രൂത്ത്? നിങ്ങൾക്ക് സത്യം പറയാമോ? പിന്നെ ചോദിച്ചു, വുഡ് യു ടെൽ ദി ഹോൾ ട്രൂത്ത്? മുഴുവൻ സത്യവും പറയാമോ? പിന്നെ ചോദിച്ചു, നത്തിങ് ബട്ട് ദി ട്രൂത്ത്? സത്യമല്ലാതെ ഒന്നും പറയാതിരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞു. എനിക്ക് വാട്ടർ ഗേറ്റിൽ കയറി അവരുടെ രേഖ മോഷ്ടിച്ചതിൽ എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞു. എന്നാൽ കോടതി പിന്നെ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന് അതറിയാം എന്നുള്ളതിന് ചില തെളിവുകൾ കോടതിക്ക് കിട്ടി. ഈ കയറി മോഷ്ടിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന നിക്സൺ അറിയാമെന്ന്. ഇതെല്ലാം അമേരിക്കൻ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. നിക്സൺ കള്ളം പറഞ്ഞു. അമേരിക്കക്കാർക്ക് കള്ളം പറഞ്ഞു, അവരുടെ പ്രസിഡന്റ് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ സഹിക്കത്തില്ല. അങ്ങനത്തെ രാജ്യമാണ്. കള്ളം പറഞ്ഞെന്ന് അവരുടെ പ്രസിഡന്റ് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ സഹിക്കത്തില്ല. വലിയ പുതിയ രോഷം ഉണ്ടായി ഈ നിക്സണിന്. അവസാനം അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കും എന്നൊരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു പോയി. കണ്ടോ, തന്റെ അകൃത്യം, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അതേസമയം വേറൊരു പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പേര്, വേറെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അർത്ഥം പറ്റി പേര് ബിൽ ക്ലിന്റൺ. അയാൾക്ക് ഒരു അബദ്ധം പറ്റി ഈ പ്രസിഡന്റിന്. എന്താ പറ്റിയത്?
വൈറ്റ് ഹൗസിലെ ഒരു പെൺകൊച്ചുമായിട്ട് ഒരു ബന്ധമുണ്ടായി. അതിന് വലിയ കൊണ്ടുപോകുന്നു. വൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകൊച്ച് സുന്ദരിയാണ്. ആ പെൺകൊച്ചുമായിട്ട് ഒരു അടുപ്പമുണ്ടായി. ഈ അടുപ്പം മറ്റുള്ളവർ കണ്ടുപിടിച്ചു. അതിന് ചില തെളിവുകളുണ്ടായി. ഈ പെണ്ണ് തന്നെ അതിന് തെളിവ് പറയും. ഈ പ്രസിഡന്റിന് എന്നോട് ഒരു സ്നേഹമുണ്ട് എന്നുള്ളതിന് തെളിവ് പറയും. ഇത് പത്രത്തിൽ അടിച്ചു. അപ്പോഴ് ഈ ബിൽ ക്ലിന്റൺ എന്ത് ചെയ്തെന്നറിയാമോ? അയാൾ രാജ്യത്തോടൊരു സംഭാഷണം, അതായത് ഒരു കാര്യം വിളിച്ചു കൂട്ടി ഒരു രാജ്യത്തോട് പറഞ്ഞു, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു വലിയ അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾ അമേരിക്കക്കാർ മുഴുവൻ എന്നോട് ക്ഷമിക്കണേ. ഇത് കേട്ടപ്പോൾ അമേരിക്കക്കാരുടെ കോപം പോയി. അവര് ഈ നിക്സണേക്കാൾ മാന്യമായിട്ട് ഈ ബിൽ ക്ലിന്റനെയാണ് കരുതി. ഇപ്പോഴും അദ്ദേഹമുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പം അയാൾ ഏറ്റു പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ അമേരിക്കൻ ജനത എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അതേസമയം നിക്സൺ ആകട്ടെ മൂടി വെച്ചു. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരുത്തില്ല, അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വഴികൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം മനോഹരമായി തീരും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഒരിക്കലും എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അതൊക്കെ പറഞ്ഞ് ഇപ്പോൾ തന്നെ നിർത്തിയേക്കാം. ഇംഗ്ലണ്ടിൽ ബർമിംഗ്ഹാം എന്ന് പറഞ്ഞൊരു നഗരമുണ്ട്. ഞാൻ ഈ ബർമിംഗ്ഹാമിൽ പോകാനിടയാണ്. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് എനിക്ക് വേറൊരു സ്ഥലത്ത് പോകണം. ആ പോകേണ്ട സ്ഥലത്തിന്റെ പേര് ബ്രിസ്റ്റലിലാണ്, ബ്രിസ്റ്റോ. അവിടെയാണ് ഒരു അനാഥശാലയൊക്കെ ഉണ്ടായിരുന്ന ആളുള്ളത്. അവിടെയാണ് പ്രസിദ്ധമായ അനാഥശാല. എങ്ങനെ വിശ്വാസത്താൽ അവര് അദ്ദേഹം ജോർജ് മുള്ളർ വലിയ വിശ്വാസവീരനായിരിക്കും. എനിക്ക് ആ പട്ടണത്തിലാണ് പോകേണ്ടത്. അപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടിലെ ആ സഹോദരൻ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടേച്ചങ്ങ് പോയി. ബസ്സേ കയറി പോയിക്കോളാം. ഞാൻ അവിടെ ചെന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴേ ടിക്കറ്റ് എടുക്കുന്ന ആള് പറഞ്ഞു ബസ്സിൽ സീറ്റ് കാണത്തില്ല. പിന്നെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഡ്രൈവറോട് ചെന്ന് യോതിയില് ഒരു സീറ്റ് തരാമോ, ഉണ്ടെങ്കിൽ അയാൾ തരും, എനിക്കിപ്പോൾ ടിക്കറ്റ് തരാൻ സാധ്യമല്ലെന്ന് ആ കൗണ്ടറിൽ ഇരുന്ന ആള് പറഞ്ഞു. ബസ് വന്ന് നിന്നു. ബ്രിസ്റ്റൽ എന്ന ബോർഡ് എഴുതി വെച്ച ബസ് വന്നു നിന്നു. അത് എങ്ങാണ്ടൊന്ന് വരുന്നതാണ്. വന്നു നിന്നപ്പോൾ ഞാൻ ചെന്നേച്ച് ഡ്രൈവറോട് ചോദിച്ചു, എനിക്ക് ബ്രിസ്റ്റലിലൊരു പരിപാടിയുണ്ട്, എനിക്ക് നാളെ അവിടെ പള്ളിയിൽ ഒരു പ്രസംഗം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടി കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, പ്രസംഗം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഡ്രൈവറിനോട് പറഞ്ഞു, ഇതൊരു സീറ്റ് കിട്ടത്തില്ല, ഇത് ഫുള്ളി ബുക്കാണ്, ഒരു സീറ്റ് പോലും ഒഴിവില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വളരെ വിഷമിച്ച് ഒരു 10-100 പേര് അവിടെ വെയിറ്റിംഗിൽ ഇരിക്കൊണ്ടാണ്. വെയിറ്റിംഗ് ഏറിയാൽ ഒരു 100 പേര് കിട്ടാണ്. ഞാൻ അവിടെ ചെന്നിരുന്ന ഒരു മൂലയ്ക്ക് ദൈവത്തോട് ഈ കൊണ്ടുവിട്ടാളൊക്കെ പോവുകയും ചെയ്യും. ഞാൻ അവിടെ തനിച്ചാണ്. ഞാൻ അവിടെ ആരെയും വേറെ അറിയത്തില്ല. ഞാൻ അവിടെ ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ഇതിനൊരു പരിഹാരം അവിടുന്ന് കാണിച്ചു തരണം, എനിക്ക് പോയേ ഒക്കൂ
പോകാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ പള്ളിയിൽ പ്രസംഗമേറ്റതാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഹൃദയം ഉരുകി ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുൻപേ കണ്ട ഡ്രൈവർ അതില് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നു, ബ്രിസ്റ്റലിന് പോകാനൊരു യാത്രക്കാരനുണ്ടായിരുന്നല്ലോ, എന്ത് ചെയ്യാൻ ചോദിച്ചു. ബ്രിസ്റ്റലിന് പോകാൻ ഒരു യാത്രക്കാരൻ ഞാൻ ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവർ അന്വേഷിച്ചാണെന്ന് ആളുകളെ കണ്ടുപിടിക്കത്തില്ല. പിന്നെ ഞാൻ ആ വണ്ടിയുടെ കീഴിലെങ്ങാനും തന്നെ മാറാൻ നിന്നെങ്കിൽ ചെല്ലണം. ഞാനൊക്കെ പോയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ നടക്കും, എനിക്ക് പോകണം. ഡ്രൈവർ വെള്ളക്കാരൻ സായിപ്പ് അതിനെ വന്നിട്ട് വിളിച്ചു ചോദിക്കുകയാണ്, ക്രിസ്റ്റലിന് പോകാൻ ഒരു യാത്രക്കാരൻ വന്നല്ലോ, ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ക്രിസ്റ്റലിൽ ചെന്നു. പള്ളിയിലെ പ്രസംഗം എനിക്ക് മുടങ്ങിയില്ല. ഹൃദയം നുറുങ്ങിയൊക്കെ. ഇതൊരു അസാധാരണ സംഭവമാണ്. ഡ്രൈവർ യാത്രക്കാരനെ തിരക്കി അവിടെ നടക്കത്തില്ല. വെയിറ്റിംഗ് ഏരിയയിൽ വന്നാണ് അയാൾ വിളിച്ചു ചോദിച്ചത്, ക്രിസ്റ്റലിന് ഒരു യാത്രക്കാരനുണ്ടായിരുന്നല്ലോ, ഇവിടെ ഉണ്ടോ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ ദൈവം യഹോവ കേൾക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക, പരിശുദ്ധമായി ജീവിക്കുക, നിർമ്മലമായിട്ട് ജീവിക്കുക, മനസ്സിൽ വളപ്പൊന്നും ഇല്ലാതിരിക്കുക, വക്രതയൊന്നുമില്ലാതെ നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തിന്റെ കിട്ടും. അതുകൊണ്ട് ഇന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മുടെ നടപ്പ് നിർമ്മലമായിരിക്കട്ടെ, നമ്മുടെ നടപ്പ് പരിശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ നടപ്പ് ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം വിജയത്തിൽ തന്നെ കലാശിക്കും. ജോലിക്കുട്ടി വന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചിട്ട് ഒരു പാട്ട് പാടി.